ഇന്നലെ ബ്രിട്ടനിലെ NHSനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ലേറ്റ് നൈറ്റ് ആയിരുന്നു. കാരണം ആ സമയത്ത് ആ സ്റ്റോറി ബ്രേക്ക് ചെയ്യുകയാണ് അവിടുത്തെ മീഡിയയിലെല്ലാം. BBC വരുന്നുണ്ട്, ടെലഗ്രാഫിലുണ്ട്, ഗാർഡിയനിലുണ്ട്, സണ്ണിലൊക്കെ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വെബ്സൈറ്റിൽ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കഴിഞ്ഞിട്ട് ഒരു ഭാഗം NHS നാഷണൽ ഹെൽത്ത് സർവീസ് ആയിരുന്നു, ഞാൻ സ്കീം എന്ന് പറഞ്ഞു, അത് തെറ്റായിപ്പോയി. അതുമായിട്ട് ബന്ധപ്പെട്ട് ജോബ് എത്ര പേർക്ക് നഷ്ടപ്പെടും ഒരു ഫിഗർ ഞാൻ കൊടുത്തു. അപ്പോൾ ആ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട് അത് അങ്ങനെയൊന്നുമില്ല ഫിഗർ, അവിടെയുള്ള പല ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു മഹാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികളുടെ ജോലി പോകും, അടച്ചു പൂട്ടും. ഒരു കാര്യം ചെയ്യേ, ആദ്യം ഈ പത്രങ്ങളുണ്ട്, ദ ഗാർഡിയൻ, ദ ടെലഗ്രാഫ്, ദ സൺ, BBC, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവർ ഈ പറയുന്ന ഫിഗർ എല്ലാം വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഫിഗർ എടുത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവർക്കെതിരെ പോയി കേസ് കൊടുക്കുക. കാരണം ഈ പറഞ്ഞ മഹാന് അവിടെ പോയി 1 കോടി രൂപ കേസ് പോയത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുത. അപ്പം അവിടെയുള്ള മീഡിയക്കെതിരെ ഇതേപോലെ ഇന്ത്യ പോലെയല്ല, ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ട്രയൽ നടക്കും. കാരണം തെറ്റായ വാർത്ത പറഞ്ഞു, ഉറപ്പായിട്ടും നടപടിയെടുക്കും. അപ്പം എന്തോ ഇനി ഫർദർ ഈ വീഡിയോയിൽ പറയാനുള്ളത്, ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നിങ്ങളെ സുഖപ്പീരുകാരനൊന്നുമല്ല. വാട്ട് എവർ ഇറ്റ്സ് ദെയർ ഇൻ ദ ന്യൂസ് ഐ വിൽ സേ, എൻ്റെ അനാലിസിസും പറയും. അതെൻ്റെ കടമയാണ്. ഞാൻ സുഖിപ്പീരല്ല, ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാനൊന്നും വരുന്നൊന്നുമില്ല. പക്ഷെ ന്യൂസ് ആസ് ഇറ്റ് ഈസ്, അതിൽ എൻ്റെ ടേക്കും വരും, എൻ്റെ അനാലിസിസും വരും. ഈ പറയുന്ന ഈ ബ്രിട്ടനിലെ NHS ഭയങ്കര സീരിയസ് ആണ് സംഭവം. കാരണം ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് എടുത്തു നോക്കുക. അതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു ഏകദേശം 13,000 പേരുടെ ജോലി പോയി. ഇപ്പോഴും പുതിയ ഡേറ്റ വരികയാണ്. 13,000 അല്ല, ഏകദേശം 2 വർഷം കൊണ്ട് 15,000 പേരുടെ ജോലിയാണ് പോകുന്നത്. എടുത്തു നോക്ക്. സണ്ണിൽ വന്നിട്ടുണ്ട്, ഗാർഡിയനിൽ വന്നിട്ടുണ്ട്, ടെലഗ്രാഫിൽ വന്നിട്ടുണ്ട്, ഡേറ്റ ഉൾപ്പെടെ. എൻ്റെ ചില ഗ്രാഫിക്സ് ഞാൻ പറയാം. ടോട്ടൽ NHSൻ്റെ ടോട്ടൽ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 13 ലക്ഷം പേരാണ്. അപ്പം അതിനകത്ത് നേഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് എന്ന് പറയുന്നത് ഏകദേശം 3,30,000 പേരാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് എന്ന് പറയുന്നത് 2,90,000 അതേപോലെ സയൻറ്റിഫിക് ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് 1,63,000. ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് 1,33,000 പേരാണ്. ഇതാണ് അവരുടെ ടോട്ടൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജോബ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേർക്ക് ജോബ് പോകും, ഒരു ഏകദേശ കണക്ക് ഈ പറയുന്ന പത്രങ്ങൾ പറയുന്ന കണക്ക്, പിന്നെ കുറച്ച് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് മറ്റുള്ള പല വെബ്സൈറ്റ് അതിനെപ്പറ്റി കണക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് പൊട്ടൻഷ്യലായിട്ട് പെട്ടെന്ന് ജോലി പോകുന്നത് അത് ഏകദേശം 8,300 പേരുടെ ജോലി പോകും. മനസ്സിലാക്കുക, 8,300 പേരുടെ ജോലി വരാനുള്ള 6 മാസത്തിനിടയ്ക്ക് അവരുടെ ജോലി പോകും. കൃത്യമാണ് ഈ കണക്ക്. ഇത് ഡേറ്റയാണ്, ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് നോൺ ബ്രിട്ടീഷ് സ്റ്റാഫ്, അതായത് ടോട്ടൽ എത്ര പേരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് ബ്രിട്ടീഷ് സിറ്റിസൺ അല്ലാത്ത 2 ലക്ഷം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 13 ലക്ഷത്തിൽ 2 ലക്ഷം പേര് ബ്രിട്ടീഷ് സിറ്റിസൺ അല്ലാത്തവരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം
അവരുടെ പൊട്ടൻഷ്യൽ ലോസ് എന്ന് പറയുന്ന ഈ പറയാൻ പോകുന്ന 6 മാസത്തിൽ അവരുടെ ജോലി പോകുന്നത്, അതായത് ബ്രിട്ടീഷ് സിറ്റിസൺ അല്ലാത്തവരുടെ ജോലി പോകുന്നത് 2000 പേരുടെ കണക്കാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ വരാൻ പോകുന്ന 2 വർഷത്തിനുള്ളിൽ, അതായത് ക്വാർട്ടർലിയാണ് ഇവർ ആൾക്കാരെ കുറയ്ക്കുന്നത്, പെട്ടെന്നല്ല കുറയ്ക്കുന്നത്. കാരണം അവരുടെ NHSൻ്റെ ആ സർവീസ് മുഴുവനും ഡീറൈലായിപ്പോവും. അപ്പം 1873 പേരെ വെച്ചാണ് ഓരോ 3 മാസം വെച്ച് അവർ കട്ട് ഡൗൺ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ വരാൻ പോകുന്ന 2 വർഷത്തിനുള്ളിൽ 8,000 അല്ല 10,000 പേരുടെ ജോബ് പോകും എന്നാണ് അവസാനത്തെ ഗ്രാഫിക്സിൽ പറയുന്ന ക്വാർട്ടർ 1 ക്വാർട്ടർ 2, ഇതേപോലെ 1873 ക്വാർട്ടർ 3 അത്രയും വരുന്നുണ്ട്. അവസാനം ക്വാർട്ടർ 4, അവസാനം ക്വാർട്ടർ 8 ആകുമ്പോൾ, 2 വർഷം തികയുമ്പോൾ 1870, അതായത് ഏകദേശം 15,000 പേരുടെ ജോലിയാണ് പോകുന്നത്. ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ അകത്ത് നേഴ്സസ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതിനെ സഹായിക്കുന്ന മറ്റുള്ള സംഭവങ്ങളുണ്ട്. ഇവരുടെ ഇത്രയും പേരുടെ ജോലിയാണ് ഇത് പോകുന്നത്. ഇത് വളരെ കൃത്യമാണ്. അതിൻ്റെ ഇൻഎഫിഷ്യൻസിയുടെ കാര്യത്തിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇന്നോ ഇന്നലെ വന്നു എന്നതുപോലെ വളരെ കാലം കൊണ്ട് വരുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം വെയിൽസ് ആണെങ്കിലും നോർത്തേൺ അയർലൻഡ് ആണെങ്കിലും അവിടെയൊക്കെ NHS ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലണ്ട് ഏത് രീതിയിലാണ് ഇതിൻ്റെ അകത്ത് റിഫോംസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള രാജ്യങ്ങളും അത് ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കുക. കാരണം ഇത് ഞാൻ പേഴ്സണലി അറിഞ്ഞ, കാരണം അവിടെയും ഇതേപോലെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ പെട്ടെന്നൊരു കമ്മിറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം അവരും ഇതുപോലെ അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ജോബ് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെൻ്റെ ഒരു പ്രഡിക്ഷൻ അല്ല, ഞാൻ ആൾക്കാരും ചോദിച്ചറിഞ്ഞ. കാരണം ഇവിടെ ഈ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു കമ്മിറ്റിയെ വെച്ച് ഇതിനെ ഫോളോ ചെയ്ത് അവിടെ എന്തൊക്കെയാണ് റിഫോംസ് വരുത്തേണ്ടത്, അതിനുള്ള പൊട്ടൻഷ്യൽ സാധ്യതയും തള്ളിക്കളയാൻ പറ്റും. പക്ഷേ അങ്ങനത് ചെയ്യണം എന്നൊരു മാൻഡേറ്ററി ഒന്നുമില്ല. പക്ഷേ അവിടെയും ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ സംഭവം NHS ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായ സംഭവമൊന്നുമല്ല. കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഇവർക്കെതിരെ ഇങ്ങനെ ഇഷ്ടംപോലെ പരാതികളും ബ്യൂറോക്രസിയും വലിയ പ്രശ്നമായിരുന്നു. അവസാനം അതാണ് ഗവൺമെൻറ് തന്നെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ അമേരിക്കൻ പ്രഷർ ഉണ്ട് എന്നും പറയുന്നു, പക്ഷേ കൺഫേംഡ് അല്ല. കാരണം എലോൺ മസ്കും മറ്റവരും പറഞ്ഞു ഇതൊരു സാധാരണ മനുഷ്യരെ കിട്ടേണ്ട ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും ബ്യൂറോക്രസിയുടെ പേരിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കാർട്ടൂണുകൾ വരുന്നുണ്ട് പലപ്പോഴായിട്ട് പ്രതിനിധീകരിച്ച്. അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ നിങ്ങൾ ഇതിനകത്ത് മലയാളം മീഡിയ വിശ്വസിക്കാതിരിക്കുക. കാരണം ആ രാജ്യത്ത് നടക്കുന്ന സംഭവം അവിടുത്തെ ലീഡിങ് മീഡിയ ആയത് ഗാർഡിയൻ, ദ ടെലഗ്രാഫ്, സൺ, BBC ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എക്സാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ് സംഭവിക്കുന്നത്. കാരണം ന്യൂസ് യു ക്യാൻ യൂസ് എന്നുള്ള ഫിലോസഫി മറക്കരുത്. അല്ലാതെ ഞാനിപ്പം ഇവിടെ ഡൽഹിയിലിരുന്ന് അവിടുന്ന് അറിഞ്ഞ് ഇവിടുത്തെ വാർത്ത അറിഞ്ഞ് ചെയ്യുന്നതും അപ്പം അതൊത്തിരി വ്യത്യാസം കാണും. കാരണം അവരാണ് എക്സാക്റ്റായിട്ട് കൊടുക്കുന്നത്. കാരണം അവിടെ ഗ്രൗണ്ടിൽ സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു മാഗസിൻ്റെ അത്രയും കോമ്പറ്റ് ചെയ്യാൻ എന്നെ കൂടെ വരുത്തുന്നുമില്ല. കാരണം ഞാൻ ഒറ്റയായിട്ട് മറ്റുള്ള ആൾക്കാരാണ് സഹായിക്കുന്നത്, പുറത്തുള്ളവർ. അപ്പോൾ അവിടുത്തെ മീഡിയയിൽ നിന്നുള്ള വാർത്ത കേട്ട ശേഷം മാത്രമാണ് നിങ്ങളിത് അറിയേണ്ടത്. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതാ നിങ്ങളുടെ ഇഷ്ടം. അതാ പറഞ്ഞ ഞാൻ സുഖിപ്പീരുകാരനല്ല. എന്നെ ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും. അതാ എൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്. വാർത്ത എന്ന് പറയുന്നത് വാർത്ത ആദ്യം കഴിക്കും പിന്നെ അത് മധുരിക്കുക. അതാണ് എക്സാക്റ്റായിട്ട്. കാരണം സുഖിപ്പീരും ഒക്കി അടിക്കുക, വെളുപ്പിക്കുക, തേപ്പിക്കുക ഇതൊന്നും അല്ല. വാർത്ത എന്ന് പറയുന്നത് നമ്മൾ പെയിൻഫുള്ളാണ് ചിലപ്പോൾ വിശ്വസിക്കാൻ. ആ പെയിൻഫുള്ളാണ് വിശ്വസിച്ച്. അപ്പം വിശ്വസിച്ച ശേഷം എൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതായത് NHSൻ്റെ കാര്യം ഏതാണ്ട് കട്ടപ്പോക തന്നെയാണ്. കാരണം ഗവൺമെൻറ് പോളിസി ഡിസിഷൻ തന്നെയാണ്. അതിനെ അവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നെ എതിർക്കുന്നൊന്നുമില്ല. അവിടെ NHSൻ്റെ യൂണിയൻ മാത്രമാണ് പ്രശ്നങ്ങൾ ഓരോന്നും പറയുന്നത്. പക്ഷെ അതൊക്കെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനുള്ള സാഹചര്യമാണ് കൂടുതൽ. കാരണം
2-3 കമ്മിറ്റി വെച്ച് അവിടെ ജനങ്ങൾ മുഴുവൻ NHSൻ്റെ ഇന്നത്തെ ഫോർമാറ്റ് മാറ്റണമെന്ന് പല ആവർത്തിയായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് റിവേഴ്സ് മൂടി പോയിട്ട് ഇത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഇത് അവിടെ പ്രാവർത്തികമാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.